ഇപ്പോൾ 10ാം ക്ലാസ് പ്ലസ് ടു ഒക്കെ പാസ്സാവുന്നത് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ 10ാം ക്ലാസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സെൻറ്റ് ഫിലോമിനാസിൽ 1987 പഠിച്ചത്. ഒരു 35 വർഷം മുമ്പ് ആണ് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ അന്ന് ഞാൻ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന മാഷ് ആൻ്റണി മാഷ് എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനായിരുന്നു. അപ്പോൾ എനിക്ക് അച്ഛന് പറവൂർ കോർട്ടിൻ്റെ സൈഡിലൊരു തയ്യൽ കട ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മാഷ് എപ്പോഴും അച്ഛൻ്റെ കടയിൽ പോയിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അച്ഛനിങ്ങനെ മോള് 10ാം ക്ലാസ്സിലാണെന്ന് പറഞ്ഞപ്പോൾ സാറിൻ്റെ ക്ലാസ്സിലാണ് പഠിക്കണതെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ സാറ് അങ്ങനെ എന്നെ മനസ്സിലാക്കി. അങ്ങനെ പിന്നെ എന്നെ നോട്ട് ചെയ്യാൻ തുടങ്ങി. എന്നെ ക്ലാസ്സിലെപ്പോഴും എന്നോട് ചോദ്യമൊക്കെ ചോദിക്കും. ബാക്ക് ബെഞ്ചിലിരുന്ന് എന്നെ ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടുവന്നിരുത്തി. അങ്ങനെ എനിക്ക് ചില കൺസിഡറേഷൻസൊക്കെ 10ാം ക്ലാസ്സിൽ കിട്ടിക്കൊണ്ടിരുന്നു. 10ാം ക്ലാസ് എപ്പോഴും ചോദ്യം ചോദിക്കുക. അത് കാരണം ഈ സാറിൻ്റെ വിഷയം ഇംഗ്ലീഷ് ഞാൻ എല്ലാ ദിവസവും ചോദ്യത്തിൻ്റെ ഉത്തരവൊക്കെ വീട്ടിൽ പോയിരുന്ന് കട്ടക്കിരുന്ന് കാണാപ്പാടം പഠിക്കും. കാരണം സാർ അടിക്കും, ഭയങ്കര അടിയാണ് സാർ അടിക്കണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എനിക്ക് അടി കിട്ടും. കാരണം അച്ഛനറിയാവുന്നിട്ട് നല്ല കീറ് കിട്ടും. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അതൊക്കെ വൈകുന്നേരം ഇരുന്ന് പഠിച്ച് പോയി ആൻസർ പറയും. എന്തായാലും എന്നോട് ചോദിക്കും, ഉറപ്പാണ്. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, സന്ധ്യ എന്നാണ് പേര്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം സന്തോഷേട്ടൻ, സൈച്ചേട്ടൻ, സാജു, അങ്ങനെ 3 ആങ്ങളമാരുടെ പെങ്ങളായിട്ട് പെങ്ങളായിട്ട് വളരുന്ന ഒരു സന്ധ്യ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരി ഉണ്ടായി. അപ്പോൾ അവൾക്ക് ട്യൂഷനൊക്കെ ഉണ്ട്. അവൾ ട്യൂഷനൊക്കെ പോയിട്ട് പഠിച്ച് നല്ലതായിട്ട് പഠിക്കും. അല്ലാണ്ട് തന്നെ അവൾ നല്ലതായിട്ട് പഠിക്കും കേട്ടോ. ഞാനപ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് പഠിക്കാനായിട്ട്. ആദ്യമൊക്കെ 8ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ ഞാൻ ഭയങ്കര മടിച്ചിരുന്നു. അപ്പോൾ ഒരു 8ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇച്ചിരിയൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. ചെറിയ ബോധമൊക്കെ അച്ഛനിങ്ങനെ കുത്തി പറഞ്ഞ് പഠിക്കണം, ഫസ്റ്റ് ക്ലാസ് മേടിക്കണം എന്ന് എപ്പോഴും പറയും എന്നോട്. അപ്പം ഞാൻ ഫസ്റ്റ് ക്ലാസ് മേടിക്കാനാണ്, ജയിച്ചാൽ പോരെ അങ്ങനെ ചോദിക്കും. അപ്പോൾ അച്ഛൻ എന്നെ കളിയാക്കണമല്ല, ദേഷ്യപ്പെടും. ജയിച്ചാൽ പോരെ എന്നാ, ഫസ്റ്റ് ക്ലാസ് ഇല്ലെങ്കിൽ നിനക്ക് അഡ്മിഷൻ കിട്ടില്ല, നിനക്ക് പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. അപ്പോഴും എനിക്കതിൻ്റെ ഒരു വാല്യൂ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എങ്ങനെയെങ്കിലും കടന്നുകൂടി പോന്നാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഈ സാറും എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ സാറിനൊരു കണക്കൂട്ടലുണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും എന്നുള്ളത്. കാരണം അത്യാവശ്യം ഞാനിപ്പോൾ പഠിച്ചു തുടങ്ങിയായിരുന്നു സാറിനെ പഠിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളവും ബയോളജി ആയിരുന്നു. ബാക്കിയുള്ള വിഷയത്തിനൊക്കെ എനിക്ക് മാർക്ക് കുറവായിരിക്കും. മാത്സ് ആണെങ്കിൽ എനിക്ക് കണ്ടുകൂടായിരുന്നു, എനിക്ക് ദേഷ്യമായിരുന്നു. എത്ര പഠിച്ചാലും തലയിലും കയറില്ല. ഇംഗ്ലീഷ് ഗ്രാമറും അറിയാൻ പാടില്ല. പിന്നെ ഈ ഫില്ലിൻ ദി ബ്ലാങ്ക്സ് എന്നൊക്കെ പറഞ്ഞ് തന്നെ അതിനകത്ത് ഞാൻ കറക്കി കുത്തും. ബ്രാക്കറ്റിൽ കുറച്ചൊക്കെ തന്നിട്ടുണ്ടാവുമല്ലോ, അതിൽ നിന്ന് ഓരോന്നൊക്കെ കറക്കി കുത്തിയാണ് അത് എഴുതിക്കൊണ്ട് വെച്ചത്. പിന്നെ പിള്ളേരെ നോക്കി എഴുതും, അങ്ങനത്തെ പണിയൊക്കെ ഉണ്ടായിരുന്നു, പേടി. അപ്പോൾ ചിലതുങ്ങളൊന്നും കാണിച്ചു തരില്ല, അപ്പോൾ ചിലതുങ്ങൾ കാണിച്ചു തരും. അങ്ങനെയൊക്കെ പഠിക്കുമായിരുന്നു അത്യാവശ്യം. പിന്നെ ഞാൻ ചെറുതായിട്ട് കയറി തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്ന് 10ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സാറ് പോയി അച്ഛനോട് പറഞ്ഞ് മോൾക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും ആ പ്രതീക്ഷയിലിരിക്കുകയായിരുന്നു. 10ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് 655 മാർക്ക്. പേടിക്കണ്ട, 655 എന്ന് പറയുമ്പോഴത്തേക്ക് 210 പണ്ടത്തെ മാർക്ക്. അപ്പോൾ 655 എന്ന് പറയുമ്പോഴത്തേക്ക് 1200 മാർക്ക് എന്ന് ഓർക്കണം. അപ്പോൾ 655 മാർക്കാണ് എനിക്ക് കിട്ടിയത്. എൻ്റെ കൂടെ പഠിച്ച സന്ധ്യയ്ക്ക് ഡിസ്റ്റിങ്ഷൻ, എനിക്ക് 2nd ക്ലാസ്. അപ്പോൾ അച്ഛനോട് വീമ്പിളക്കി സാറിനെ ഞാൻ 2nd ക്ലാസ് മേടിച്ച് തോപ്പിച്ച്. അതാണ് ഞാൻ. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് വരാന്തയിൽ കൂടെ വരുവാണ്. ഞാൻ ഈ റിസൾട്ട് നോക്കാൻ പോയിട്ട് അപ്പോൾ സാറിനെ കണ്ടപ്പോൾ ഞാനൊന്നും പതുങ്ങി, വരണുണ്ട്. അപ്പോൾ സാറെന്നോട് ചോദിച്ചു, ഫസ്റ്റ് ക്ലാസ് ഇല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, 2nd ക്ലാസ് ഉള്ളൂ എന്ന്. 2nd ക്ലാസ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സാറങ്ങൾ എന്നെ നോക്കാതെ പോലെ അങ്ങോട്ട് പോയി. സാറിൻ്റെ പ്രതീക്ഷ എന്നെ സ്ഥാനത്താക്കി കളഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്രീഡിഗ്രിക്ക് ചേർന്നു മാലിങ്കരയിൽ. പ്രീഡിഗ്രിക്ക് ചേരാനായിട്ട് നിന്നപ്പോഴത്തേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് എനിക്ക് മാത്രം അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ബാക്കിയുള്ളവർക്ക്, എൻ്റെ കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കണമായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കസ്റ്റമർ വന്നായിരുന്നു. അപ്പോൾ അവർ വന്ന് സൽവാർ 2 ഞാൻ കഴിഞ്ഞ ദിവസം റീലിട്ടപ്പോൾ ഉണ്ടായ സൽവാറിൽ നിന്ന് 2 അവർ വാങ്ങിച്ചിട്ട് പോയി. എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അവരങ്ങനെ വാങ്ങിച്ചിട്ട് പോയി. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ വന്നിരിക്കുവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയെന്ന് ഞാൻ ഓർക്കണില്ല കേട്ടോ. അങ്ങനെ പ്രീഡിഗ്രിക്ക് പഠിക്കാൻ പോയി. അവിടെ ചെന്ന് ചേർന്നു. അപ്പോൾ പ്രീഡിഗ്രി തോറ്റു, പൊട്ടി. സയൻസ് ഗ്രൂപ്പിൽ മിക്കവാറും എല്ലാവരും പൊട്ടലായിരുന്നു പതിവ്. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടി. ഇല്ലാത്ത കാശുണ്ടാക്കി പഠിപ്പിക്കാൻ വിട്ടതാണ്, എന്നിട്ട് തോറ്റിട്ട് വന്നേക്കണേണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചീത്തയൊക്കെ കേട്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സന്ധ്യേനെ എടുത്തിട്ടു. അച്ഛാ സന്ധ്യ തോറ്റു എന്ന് പറഞ്ഞു. സന്ധ്യ തോറ്റതിന്
എന്ന് ചോദിച്ചിട്ട് എന്നെ കണ്ടുപിട്ടി കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല സന്ധ്യക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നല്ല അന്ന്, അപ്പോൾ അതുകൊണ്ടിട്ട് അവളും തോറ്റല്ല. അപ്പോൾ പിന്നെ എൻ്റെ കാര്യം പറയാനുണ്ടാന്നുള്ള മട്ടിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന് വേറെ കിട്ടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ രണ്ടാമത് ഇനി പഠിക്കണമല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞ പൈസ തരില്ലെന്ന് പറഞ്ഞു, ഇനി പഠിക്കാൻ പൈസ തരില്ല, എങ്ങനെയെങ്കിലും പഠിച്ച് പാസ്സായിക്കോ അല്ലെങ്കിൽ പഠിക്കാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ പിന്നെ ഒരു നിവൃത്തിയില്ലല്ലോ, പിന്നെ അവളോടൊക്കെ പറഞ്ഞ് അമ്മേനോടൊക്കെ കൈകാലമൊക്കെ പിടിച്ച് കുറച്ച് പൈസ കൊണ്ടുപോയിട്ട് ലക്ഷ്മി കോളേജിൽ കൊണ്ടുപോയി. ഞങ്ങൾ രണ്ടാളും ഞാനും സന്ധ്യയും ചേർന്നു, ട്യൂഷന് ചേർന്നു. അത് കഴിഞ്ഞിട്ട് എക്സാമിൻ്റെ സമയമായപ്പോഴത്തേക്ക് ഈ ഫിസിക്സിനും കെമിസ്ട്രിക്കും ഒരു കുഴപ്പമുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിക്സിനും കെമിസ്ട്രിക്കുമാണ് ഞാൻ തോറ്റത്. എവിടെ വെച്ചാണ് പറഞ്ഞു നിർത്തിയെന്ന് ഓർക്കണില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും ലാബുണ്ട്. അപ്പോൾ ലാബിൽ എക്സാം അതിനും ട്യൂഷനുണ്ട്. അപ്പോൾ എനിക്ക് ലാബിന് സ്പെഷ്യൽ ട്യൂഷൻ ഫീ കൊടുക്കണം. എൻ്റെ കയ്യിൽ അന്ന് അതിൻ്റെ സാമ്പത്തിക സ്ഥിതി കുറവായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല, ഞാൻ പുറത്ത് നിൽക്കുകയാണ്. അപ്പോൾ മാലിങ്കര കോളേജിലെ പിയേഴ്സൺ സാറ്, ഡേവിഡ് സാറ്, മോഹൻ സാറ്, അങ്ങനെ കുറേ സാറുമാരുണ്ടായിരുന്നു. നല്ല സാറുമാരായിട്ട്, നല്ല അറിവുള്ള സാറുമാരാണ്. നന്നായിട്ട് പഠിപ്പിക്കാൻ അറിയാം, അറിവുണ്ടായിട്ട് കാര്യമില്ല, പഠിപ്പിക്കാൻ അറിയാം. അപ്പോൾ ഞാൻ പുറത്ത് നിൽക്കുമ്പോഴത്തേക്കും പിയേഴ്സൺ സാറ് വരുവാണ്. എന്താണ് ലീന പുറത്ത് നിൽക്കണത് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറ് ഫീസ് അടച്ചിട്ടില്ല. ഫീസ് അടയ്ക്കണ്ട, കയറിക്കോ. ഞാൻ സ്വർഗം കിട്ടിയല്ലേ ഈ ചാടി കയറി. അന്ന് ഞാൻ എടുത്ത ലാബ് അവിടെ ചെയ്ത ലാബ് തന്നെയാണ് എനിക്ക് കിട്ടിയത്, അവിടെ ഭാഗ്യം എന്ന് പറയണം. അപ്പോൾ ഞാനും പാസ്സായി, സന്ധ്യയും പാസ്സായി. അപ്പോൾ സന്ധ്യ പാസ്സായി കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വന്നപ്പോഴത്തേക്ക് ഓടി എൻ്റെ അടുത്ത് വന്നു. അവളന്ന് ഭയങ്കര കുറുമ്പിയായിരുന്നു, ഇപ്പോൾ പാവമുണ്ട. അന്ന് എന്താണ് അവൾക്ക് ഭയങ്കര കുറുമ്പത്തരങ്ങളായിരുന്നു പണ്ട്. എന്നിട്ട് അവൾ ഓടി വന്നിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് നോക്കിയപ്പോൾ അവൾക്ക് 1 മാർക്കോ 2 മാർക്കോ ഒന്നാണ്ട് കൂടുതൽ. അപ്പോൾ അവൾക്ക് സമാധാനമായി, അവൾ ഡിസ്റ്റിങ്ഷൻ മേടിച്ച് പാസ്സായതാണല്ലോ. അപ്പോൾ 2 മാർക്ക് കൂടുതൽ. അപ്പോൾ അവൾക്ക് സമാധാനമായി. നിന്നിൽ 2 മാർക്ക് കൂടുതലുണ്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് അവളങ്ങോട്ട് ചിരിച്ച്. അപ്പോൾ ഞാനും സന്തോഷിച്ചുള്ളാലേ, എന്തായാലും ഡിസ്റ്റിങ്ഷൻ്റെ അടുത്തടുത്ത് എത്തിയല്ലാണ്. അപ്പോൾ അങ്ങനെ ഈ 10ാം ക്ലാസ്സിൻ്റെ സമയത്ത് പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് സന്ധ്യയ്ക്ക് വാച്ച് വാങ്ങിച്ചു കൊടുത്തു വീട്ടിൽ നിന്ന്. നമുക്ക് വാച്ച് പോയിട്ട് ഒരു സാധനം പോലും മേടിക്കാനായിട്ട്, പുസ്തകം പോലും മേടിക്കാനായിട്ട് പൈസ ഇല്ലാണ്ട് നടക്കുന്ന സമയമാണേ. അപ്പോൾ സന്തോഷേട്ടനാണ് സന്ധ്യയുടെ സിൽബന്തി, എപ്പോഴും സന്ധ്യയുടെ കൂടെ സന്തോഷേട്ടൻ ഉണ്ടാവുക. അപ്പോൾ പോയി വാങ്ങാൻ വേണ്ടി പറവൂരിൽ നിന്ന് ആലിഞ്ചോടിൻ്റെ അടുത്തൊരു വാച്ച് കട ഉണ്ട്, ഇപ്പോഴും ഉണ്ട് കേട്ടോ വാച്ച് കട അവിടെ നിന്ന് വാച്ച് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്നെ വരണുണ്ടോ എന്ന് ചോദിച്ച് വിളിച്ചപ്പോൾ ഞാൻ വേഗം വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ അമ്മ പോയിക്കോളാൻ പറഞ്ഞിട്ട് ഞാനും അവരോട് പോയി. അപ്പോൾ സന്ധ്യക്ക് വാച്ച് മേടിക്കണമെന്നും കെട്ടിക്കൊടുക്കണമെന്ന് കണ്ടപ്പോൾ ഞാനിങ്ങനെ അടുത്ത് കൊതിയോടെ നോക്കിക്കണേന്ന്. അന്ന് ഒരു വാച്ച് മേടിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, 35 വർഷം മുമ്പാണെന്ന് ഓർക്കണം. അപ്പോൾ എന്നിട്ട് ഞാൻ വേഗം അത് വാച്ച് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി എനിക്ക് മസാല ദോശ, അന്ന് പുറത്തൊക്കെ പോയി മസാല ദോശയൊക്കെ തിന്നണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംഭവമാണ്. പുറത്ത് പോയി മസാല ദോശ മേടിച്ച് കഴിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും ആരുടെയും വീട്ടിലില്ല. അതായത് വളരെ കുറവ് ആൾക്കാരെ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന ആൾക്കാരുള്ള, എല്ലാവരും പൈസയൊക്കെ കുറവുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ പോയി മസാല ദോശയൊക്കെ വാങ്ങിച്ച് തിന്ന്, അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. അങ്ങനെ തിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് വീട്ടിൽ വന്ന് പ്രിഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടൈപ്പ് റൈറ്റിങ്ങിന് ചേർന്നു. അന്ന് അങ്ങനെയാണല്ലോ, ടൈപ്പ് റൈറ്റിങ്ങിന് ചേർന്നിട്ട് എനിക്ക് പേപ്പർ വാങ്ങിക്കാനുള്ള പൈസ പോലും എൻ്റെ അടുത്ത് ഇല്ല എന്ന് ഓർക്കണം. അന്നത്തെ ആ കാലത്തിനെ പറ്റി ഞാൻ സംസാരിക്കുകയാണ്. അതായത് അതൊന്നും ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആളുകൾക്ക് അറിയില്ല, അന്ന് നമ്മളെങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്നുള്ളത്. പ്രിഡിഗ്രിക്ക് ഞാൻ പഠിക്കാൻ പോയിരുന്ന സമയത്ത് എനിക്ക് ചെരുപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്കേർട്ട് തയ്ക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നീളം കൂട്ടി തയ്ക്കുകയാണ്, അപ്പോൾ ചെരുപ്പില്ലാത്തത് അറിയില്ല. ആ 2 വർഷവും ഞാനായിരിക്കാം ചിലപ്പോൾ ചെരുപ്പില്ലാണ്ട് പോയിരുന്ന ഒരു വ്യക്തി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ പരാതിയൊന്നുമില്ല എനിക്ക് ആരോടും, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ളൂ. ഞാൻ ആരോടും എനിക്ക് ഒരുപാട് പൈസയുള്ള വീട്ടിലെ ആളാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഭയങ്കര ധനസ്ഥിതി ഉണ്ടായിരുന്നൊന്നും ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ലെവലിൽ തന്നെയാണ് ഇപ്പോഴും അപ്പോഴും ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല സ്ഥലത്തുനിന്നും ഞാൻ എന്നെപ്പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്. ലീനയുടെ വീട്ടിൽ എന്താ ഉള്ളേ, ഞാൻ എൻ്റെ വീട്ടിൽ എല്ലാം ഉണ്ടെന്നൊന്നും ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ ആളുകളെല്ലാം, എൻ്റെ ഫാമിലീസിലുള്ള ആളുകളൊക്കെ അത്യാവശ്യം തിരക്കേടില്ലാണ്ട് ജീവിക്കുന്ന ആൾക്കാരായിരുന്നു. എൻ്റെ അച്ഛൻ്റെ വീട്ടുകാരാണെങ്കിലും എൻ്റെ അമ്മയുടെ വീട്ടിലുള്ളവരെ ആളുകളൊക്കെ, അമ്മയുടെ ഫാമിലിയല്ല, അമ്മയുടെ ഇളയച്ചൻ, വല്യച്ഛൻ, അങ്ങനെയുള്ള ആളുകളെല്ലാവരും ഹൈ ലെവലിലുള്ള ആൾക്കാരാണ്. അന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. എൻ്റെ അമ്മയുടെ തറവാടാണെങ്കിലും നല്ല ഹൈ പൊസിഷനിലുള്ള ഒരു തറവാട്ടിലാണ് അമ്മ ജനിച്ചത്. കോസായിപ്പറമ്പെന്ന് പറയും. അത് നമ്മുടെ ഈ ഏരിയയിലുള്ള ആളുകൾക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, കൂനമാവിൽ. അപ്പോൾ കൂനമാവിലാണ് അമ്മയുടെ തറവാട്ടിൽ ശ്രീനാരായണ ഗുരുദേവൻ വന്ന് വിശ്രമിച്ചിട്ടുള്ള വീടാണ് കോസായി തറവാട്ടിലെ കുഞ്ഞുണ്ണി വൈദ്യരും രാവുണ്ണി വൈദ്യരും.
അതിൽ കുഞ്ഞുണ്ണി വൈദ്യൻ്റെ മകനാണ് ഈ രാവണി വൈദ്യൻ്റെ മകനാണ് കുഞ്ഞുണ്ണി വൈദ്യൻ. കുഞ്ഞുണ്ണി വൈദ്യൻ്റെ മകനാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ രാമചന്ദ്രൻ. രാമചന്ദ്രൻ എന്നാണ് പേര്. ആ രാമചന്ദ്രൻ തന്നെയായിരുന്നു ഒരു ചെറിയ രാമേന്ദ്രനായിരുന്നു എൻ്റെ അച്ഛൻ, അമ്മയുടെ അച്ഛൻ. അപ്പം അങ്ങനെ ഫാമിലിയിലോട്ട് പോകണില്ല, ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം പറയുവാണ് എൻ്റെ ലൈഫ്. അപ്പോൾ ഞാൻ ഈ ടൈപ്പ് റൈറ്റിങ്ങിന് പോയിരുന്നപ്പോൾ എനിക്ക് പഠിക്കാൻ പോകാനായിട്ട്, അതായത് പേപ്പർ വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ടും ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടിട്ടും ഞാൻ 3 മാസമേ പോകാറുള്ളൂ. അതായത് 6 മാസമാണ് പഠിക്കാൻ പോകേണ്ടത്, ഞാൻ 3 മാസമേ ക്ലാസ്സിൽ പോവുള്ളൂ. അപ്പം ഞാൻ ചെന്ന് ടൈപ്പ് റൈറ്റിംഗ് മിഷ്യത്തിലിരുന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടീച്ചർ വന്നേച്ചും ചോദിച്ചു, എവിടെയെങ്കിലും വേറെ ഇതിന് മുമ്പ് പോയിട്ടുണ്ടോ ക്ലാസ്സിലെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യത്തെ ഒരു കുറച്ച് ദിവസം ഞാനൊന്ന് പരിങ്ങിയുള്ളൂ, അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്പീഡായി. അപ്പോൾ ഞാൻ എക്സാമിന് പോകുമ്പോൾ, അപ്പം എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് പുറത്ത് ലോറിയൊക്കെ ഓടിക്കണ സമയമാണ്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം പോയിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് പേപ്പർ ഇങ്ങനെ റോളായിട്ട് വാങ്ങിച്ചുകൊണ്ടൊന്ന് തരും. എനിക്ക് പൈസ ഇല്ല പോകാനെന്ന് പറയണത് അറിയാവുന്നത് കൊണ്ടിട്ട്, ഞങ്ങളുടെ വീടിൻ്റെ സ്ഥിതി അറിയാവുന്നതിട്ട് ചിറ്റപ്പൻ പോയിട്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് റോളായിട്ട് മേടിച്ചുകൊണ്ട് തരുമായിരുന്നു പേപ്പർ ടൈപ്പ് റൈറ്റിങ്ങിന്. അപ്പോൾ അങ്ങനെ ഫീസ് കുറവായതുകൊണ്ടിട്ട്, ഫീസ് കൊടുക്കാനില്ലാത്തതുകൊണ്ടിട്ട് 3 മാസമേ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ കോഴ്സിന് പോവുള്ളൂ. അങ്ങനെ ഹയറും ലോവറും ഹയറും പാസ്സായി. ഹയറിന് 15 മിനിറ്റാണ് ടൈപ്പിംഗ് സമയം. അതിൽ 10 മിനിറ്റ് കൊണ്ട് അടിച്ചു കഴിഞ്ഞ് ഞാൻ ഇരിപ്പായി. അപ്പോൾ അത് പാസ്സായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞാൽ എനിക്ക് ഹൈ സ്പീഡിന് പോകാമല്ലോ, 15 മിനിറ്റ് അല്ലല്ലോ 13 മിനിറ്റ് 14 മിനിറ്റിനുള്ളിൽ ലീന അടിച്ച് കഴിയണ്ടല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ അതിനൊന്നും പോകാനുള്ള അന്നേരം നമുക്ക് ഉണ്ടായിരുന്നില്ല അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു എൻ്റെ ഫ്രണ്ട് എന്നെ സീമ എന്ന് പറഞ്ഞിട്ട്, അവളുടെ അച്ഛൻ എനിക്ക് ശിവൻ അങ്കിള് എനിക്കൊരു ജോലി ശരിയാക്കി തന്നു എറണാകുളത്ത്. ടൈപ്പിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ട്, ലീന പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ എന്നിട്ട്, അപ്പോൾ അന്ന് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ്, അവരൊക്കെയാണ് ചെറുപ്പത്തിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ. അതൊന്നും ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ എന്നെ സൗത്തിൽ കൊണ്ടാക്കി. 35 വർഷം മുമ്പ് എന്നെ സൗത്തിൽ കൊണ്ടുവന്നാക്കിയിട്ട് എനിക്ക് ഫുഡും വാങ്ങിച്ചു വന്നിട്ട് വലിച്ചൻ വീട്ടിലേക്ക് പോകുന്നു. എൻ്റെ കയ്യിൽ റിട്ടേണിനുള്ള പൈസയും തന്നു. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ബസ്സിൽ കയറി ടൈപ്പ് റൈറ്റിങ്ങും കഴിഞ്ഞ്, അതൊരു ചെന്നൈ ബേസ് ആയിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു, അവിടെ ടൈപ്പിസ്റ്റായിട്ട് ഞാൻ ഫസ്റ്റ് ജോലിക്ക് കയറിയത്. അന്ന് 500 രൂപയായിരുന്നു സാലറി. ആ 500 രൂപ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 100 രൂപയും കൂടെ കൂട്ടി 600 രൂപ. അന്ന് 20 രൂപ 15 രൂപയ്ക്കുള്ളൂ അരിക്ക്. അപ്പോൾ ആ സമയം നമുക്ക് വാല്യൂ ഉള്ളതാണ്. അപ്പം അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന് 2 വർഷമൊക്കെ ജോലിക്ക് പോയിരുന്ന സമയത്താണ് എൻ്റെ കല്യാണം. കല്യാണം കഴിഞ്ഞ് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇവിടെ മണ്ണന്തുരുത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ കുറേ ഏക്കർ കണക്കിന് സ്ഥലമുള്ള സ്ഥലത്ത് ഒരു 3-4 വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ കറണ്ടില്ല, വെള്ളമില്ല, ഗ്യാസ് അടുപ്പില്ല അന്നത്തെ പോലെ. വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നു, വെള്ളവും വീട്ടിലുണ്ടായിരുന്നു. അതൊന്നും ഇല്ലാത്ത സ്ഥലത്തോട്ടാണ് ഞാൻ കല്യാണം കഴിച്ചു വന്നത്. അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ അത്രയും പരിമിതികളുടെ ഉള്ളിൽ നിന്നിട്ടാണ് നമ്മൾ ഇത്രയും കാലം ഇവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കറണ്ട് ഉണ്ട്, വെള്ളമുണ്ട്, നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മുടെ വീട്ടിലുണ്ട്. അതെല്ലാം തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയുവാണ്. ഇപ്പോൾ എനിക്ക് ഇല്ലായ്മയിൽ നിന്നും വന്ന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ദൈവം തന്നു. അതിൽ കൂടുതലും എൻ്റെ അശ്രാന്ത പരിശ്രമമുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കാരോടും പണം കടം വാങ്ങുന്നത്, അതായത് ചെറുപ്പത്തിൽ നമ്മളെ ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളാരോടും ഹെൽപ്പ് ചോദിക്കാനുള്ളൊരവസരം ഇനി ഉണ്ടാവരുതെന്ന് എൻ്റെ മനസ്സിൽ ഒരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് നടത്തി തന്നു ഭഗവാൻ. പ്രപഞ്ചശക്തി എന്നോടൊപ്പം ഉള്ളതുകൊണ്ടിട്ടാണ് എനിക്കിപ്പോഴും എനിക്ക് പണിയെടുക്കാനും എനിക്കൊരു ബിസിനസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അങ്ങനെ എനിക്ക് ഓരോരോ അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതായത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അപ്പം തന്നെ നടത്തി തരുകയാണ് ഭഗവാൻ. അത്രയും നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചതുകൊണ്ടിട്ടാണല്ലോ അങ്ങനെ നടത്തി തരണത്. അപ്പം അങ്ങനെ ഞാൻ ഇപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുന്നു. കല്യാണം കഴിഞ്ഞു, നമ്മൾ ഇവിടെ വന്നു. അപ്പം അങ്ങനെ നമ്മളുടെ ടൈപ്പ് റൈറ്റിങ്ങിന് പോണ ടൈപ്പിസ്റ്റായിട്ടുള്ള ജോലി എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു, പോകാൻ വയ്യാണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പ്രഗ്നൻ്റായി. അപ്പോൾ അതോടുകൂടി ജോലി നിർത്തി. ഇനി പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഒറ്റ വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എൻ്റെ ലൈഫിലുള്ളത്. അപ്പോൾ അത് ഞാൻ 1 by 1 ആയിട്ട് ഓരോ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പല കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സി യു.